പോലീസ് പട്രോൾ തുടങ്ങുന്നു. ഇന്ന് നമ്മെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് തൃശൂർ പാവറട്ടിയിൽ നിന്നും ഉയർന്നു കേട്ടത്. ഭർതൃഗൃഹത്തിലെ പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്യുന്നു. ആ യുവതിയുടെ അന്ത്യകർമ്മങ്ങൾക്ക് സ്വന്തം മക്കളെ വിട്ടു നൽകാൻ പോലും ഭർതൃവീട്ടുകാർ തയ്യാറായില്ല. ഇതോടൊപ്പം ആറ്റിങ്ങലിൽ മറ്റൊരു കേസുമുണ്ടായി. പിണങ്ങിപ്പോയ ഭാര്യയോടുള്ള വിരോധം തീർക്കാൻ ഭാര്യ മാതാവിന്റെ വീടിന് നേരെ പടക്കമേർ. ഇതുൾപ്പെടെയുള്ള വാർത്തകളാണ് ഇന്നത്തെ പോലീസ് പട്രോൾ പരിശോധിക്കുന്നത്. സ്വാഗതം. പോലീസുകാരുടെ ഗുണ്ടാബന്ധവും മാഫിയ ബന്ധവും പുതിയ കാര്യമൊന്നുമല്ല. കളങ്കിതരായ പോലീസുകാർ, ക്രിമിനലുകളായ പോലീസുകാർ എന്നും ആഭ്യന്തര വകുപ്പിന് തലവേദനയാണ്. എന്നാൽ കാക്കിയിട്ട കളങ്കിതരെ സംരക്ഷിക്കേണ്ടതില്ല എന്നാണ് പോലീസിന്റെ പുതിയ നയം. ഗുണ്ടാബന്ധമുള്ള പോലീസുകാർക്കെതിരെ കർശന നടപടിക്ക് DGP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പിന്നാലെ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സ്ഥലം മാറ്റി. ആകെയുള്ള 30 പോലീസുകാരിൽ 6 പേർക്ക് സസ്പെൻഷനുമുണ്ട്. പോലീസിലെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നടപടികളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് മംഗലപുരം സ്റ്റേഷനിലേത്. 30 പോലീസുകാരാണ് ആകെ അവിടെ ഉണ്ടായിരുന്നത്. 6 പേരെ സസ്പെൻഷനിൽ വിട്ടു, 24 പേരെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർക്കെതിരെയും നടപടി. എന്തുകൊണ്ടാണ് മംഗലപുരം സ്റ്റേഷനിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായത്? മറ്റൊന്നുമല്ല, ഗുണ്ടകളുടെ തോളിൽ കൈയിട്ടതുകൊണ്ട് മാത്രം. ഇനി അവിടെ അവശേഷിക്കുന്നത് സ്വീപ്പർ ജോലിക്ക് വരുന്ന ഒരു മുതിർന്ന വനിത മാത്രമാണ്. പോലീസിൽ അതൊരു സന്ദേശമാണ്. ചില അഴുക്കുകളെ തൂത്തിറക്കേണ്ടതുണ്ട്. ഇന്ന് ഓൺലൈനായി ചേർന്ന യോഗത്തിലായിരുന്നു അനിൽകാന്തിന്റെ നിർദ്ദേശം. മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പശ്ചാത്തലം പരിശോധിക്കും. ഉദ്യോഗസ്ഥർക്കെതിരായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഗൗരവത്തിലെടുക്കണം. സൂക്ഷ്മമായി പരിശോധിച്ച് തെളിവ് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണം. മുൻകാലങ്ങളിലുള്ള റിപ്പോർട്ടുകളും പുനഃപരിശോധിക്കണം. പിരിച്ചുവിടലടക്കം നടപടിയെടുക്കാൻ DGP യോഗത്തിൽ പച്ചക്കൊടി കാട്ടി. പോലീസ് ഗുണ്ടാ ബന്ധം പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് DGPയുടെ നടപടി. ഗുണ്ട മണ്ണ് മാഫിയ ബന്ധത്തിന്റെ പേരിലാണ് മംഗലപുരം സ്റ്റേഷനിലെ കൂട്ട നടപടി. കഴിഞ്ഞ ദിവസം മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ 5 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഗോപകുമാർ, അനൂപ് കുമാർ, ജയൻ കുമാർ, സുധികുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ഈ സ്റ്റേഷനിൽ സസ്പെൻഷനിലായവരുടെ ആകെ എണ്ണം 6 അവശേഷിച്ച മറ്റ് 24 പേരെ സ്ഥലം മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരം സിറ്റിയിൽ ഇന്നലെ 3 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. പോലീസുകാരും മാഫിയയുമായുള്ള നെക്സസ്, അതിനെതിരെ ഇതുവരെ കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന നടപടികൾ ശുഭസൂചകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്ന ആരോപണത്തെക്കുറിച്ചാണ്. അതായത് ഈ മാഫിയ സംഘങ്ങളും പോലീസുകാരും സംയുക്തമായി ചില ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഭൂമി വാങ്ങുന്നു, കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നു. മാത്രവുമല്ല, പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ബന്ധുക്കളുടെ പേരിൽ ബെനാമി അക്കൗണ്ടുകൾ ചിട്ടിക്കമ്പനികളിൽ തുടങ്ങുന്നു. ആ പണം അടയ്ക്കുന്നത് ഗുണ്ടകളാണ്. ഇതേക്കുറിച്ചൊക്കെ വിവരങ്ങൾ പോലീസിനുള്ളിൽ നിന്ന് തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. പോലീസിനുള്ളിലെ സംസാരമാണ്. പക്ഷേ കാര്യമായ അന്വേഷണങ്ങൾ നടന്നില്ല. സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ പോലും ഈ സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. 7.5 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് മാറാതെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണ് ഈ സംവിധാനത്തെ ഇത്രയും ദുഷിപ്പിച്ചത്. അതായത് പോലീസിങ്ങിൻ്റെ കാക്കിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റുക തന്നെ വേണം. 2 DYSPമാരടക്കം 7 പേർക്ക് നേരത്തെ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷൻ ലഭിച്ചു. പോലീസും ഗുണ്ടകളും ചേർന്നുള്ള കൂട്ടുകെട്ട് കോടികളുടെ സ്വത്ത് സമ്പാദനത്തിലേക്ക് വഴിവെച്ചുവെന്നാണ് കണ്ടെത്തൽ. ചില പോലീസ് ഉദ്യോഗസ്ഥരും മാഫിയ സംഘങ്ങളും ഒരുമിച്ച് ഭൂമി വാങ്ങി മറിച്ചു വിൽക്കുന്നതാണ് ഒരു രീതി. പുറമെ പല ധനകാര്യ സ്ഥാപനങ്ങളിലായി ചില പോലീസുകാർക്ക് ബെനാമി പേരിൽ ചിട്ടി ഇടപാടുണ്ട്. ചിട്ടിത്തുക അടയ്ക്കുന്നതാകട്ടെ ഗുണ്ടകളും. ഇത്തരം ആരോപണങ്ങളും പരാതികളും നേരത്തെ ഉയർന്നെങ്കിലും ഇതുവരെ കാര്യമായ അന്വേഷണമുണ്ടായിരുന്നില്ല. ഇത്തരം ഇടപാടുകൾ കണ്ടെത്താനും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. അതേസമയം ഒളിവിലുള്ള ഓം പ്രകാശ്, പുത്തമ്പാലം രാജേഷ് എന്നിവർക്കായി വിവിധ സംസ്ഥാനങ്ങളിലായി തിരച്ചിൽ നടക്കുകയാണ്. ബിവിൻ മുരളിക്കൊപ്പം PV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.